കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴ പെയ്യുകയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്യേണ്ട മഴ ഡിസംബർ മാസങ്ങളിൽ പെയ്യുകയാണോ എന്ന സംശയം ഇപ്പോൾ വരികയാണ്. ഒരു പ്രളയം അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. ഫെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊട്ടതിനെ പ്രതി കേരളത്തിലുമെങ്ങും മഴ എത്തിയിരിക്കുന്നു. വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും റെഡ്, യെല്ലോ, ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിശക്തമായ മഴയത്ത് പല സ്ഥലങ്ങളിലും പല അപകടങ്ങളും നടന്നിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലേർട്ടുകൾ. കോട്ടയത്ത് രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരും. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. നാളെ 4 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയായതിനാൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഡിസംബർ 2-ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ തന്നെയും എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, ഇല്ലിക്കക്കല്ല്, മാർമല അരുവി, ഇലവിഴ പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചിരിക്കുന്നു. ഡിസംബർ 4 വരെയാണ് നിരോധനം. മഴ ശക്തമായ സാഹചര്യത്തിൽ കേരളത്തിലെ വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അവധിയുമാണ്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ്. വളരെ കനത്ത ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് മൂലം വളരെ അപകടങ്ങളും നാശനഷ്ടങ്ങളും ഉള്ളതായി റിപ്പോർട്ടുകൾ നൽകുന്നു. കേരളത്തെ പോലെ തന്നെ തമിഴ്നാടും അതീവ മഴ പെയ്യുന്നതിനാൽ ദുരിതപൂർണ്ണ ജീവിതമാണ് ഇപ്പോൾ അവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മഴയ്ക്ക് ശമനം വരുന്നോടം വരെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഫെങ്കൽ ചുഴലിക്കാറ്റ് മൂലം തീരദേശ നിവാസികളും അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധന തൊഴിലാളികൾ അതീവ ജാഗ്രതയോടെ മാത്രമേ കടലിൽ ഇറങ്ങാൻ പാടുള്ളൂ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും സർക്കാരിന്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം.